നമസ്കാരം. ഉപതെരഞ്ഞെടുപ്പുകളിലെ ഉജ്ജ്വല വിജയത്തിന്റെ ആവേശത്തിൽ ഭരണ തുടർച്ചയെന്ന LDF മോഹങ്ങൾക്ക് തടയിടാൻ UDF നേരത്തെ പ്രചരണത്തിന്. വെറുതെ ഇരുന്നാൽ അധികാരം കയ്യിൽ വരുമെന്ന പഴയ ധാരണ തിരുത്തി മുൻപേ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. PV അൻവറിനെ മുന്നിലെടുക്കുന്ന കാര്യത്തിൽ ഏകദേശ ധാരണയായതോടെ ഇടതുമുന്നണിയിലെയും NDAയിലെയും അതൃപ്തരെ ഒപ്പം കൂട്ടി വമ്പൻ സർപ്രൈസ് കരുനീക്കങ്ങളാണ് UDF ലക്ഷ്യമിടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നേരത്തെ നിശ്ചയിച്ചത് ഗുണകരമായി എന്നാണ് UDF വിലയിരുത്തൽ. അൻവറിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ നീക്കം. NDA സഖ്യത്തിൽ അതൃപ്തരായ BDJSനെ UDFിലെത്തിക്കാൻ അണിയറയിൽ ചർച്ചകൾ സജീവമാണ്. തുഷാർ വെള്ളാപ്പള്ളിയുമായി പല തലങ്ങളിൽ ആശയവിനിമയം നടന്നു കഴിഞ്ഞു. ഇതിനു പുറമെ ഇടതുമുന്നണിയിൽ അവഗണിക്കപ്പെടുന്ന RJDയെയും പാളയത്തിലെത്തിച്ച് അടിത്തറ വിപുലീകരിക്കാനുള്ള നീക്കമുണ്ട്. പഴയകാല സീറ്റ് വിഭജന രീതികൾ ഇനി നടക്കില്ലെന്ന കർശന നിലപാടിലാണ് KPCC. വിജയസാധ്യത മാത്രമാകും ഏക മാനദണ്ഡം. ഘടകകക്ഷികൾക്ക് വിജയസാധ്യതയില്ലാത്ത സീറ്റുകൾ പിടിച്ചെടുക്കാനും അവിടെ ജനസമ്മതിയുള്ള സ്വതന്ത്രരെയോ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്താനാണ് ആലോചന. ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ കാഴ്ചവെച്ച വീര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കണമെന്ന് താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. പിണറായി സർക്കാരിനെതിരായ ജനവികാരം കൃത്യമായി ഏകോപിപ്പിക്കാൻ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപുള്ള മാസങ്ങളിൽ കാത്തുനിൽക്കേണ്ടതില്ല എന്നാണ് UDF യോഗത്തിലെ തീരുമാനം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് കാത്തുനിൽക്കാതെ താഴെത്തട്ടിലുള്ള പുനഃസംഘടനയും ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങളും കോൺഗ്രസ് പൂർത്തിയാക്കും. VSDP നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ വിമർശനങ്ങൾക്ക് മുഖത്തടിച്ച മറുപടിയുമായും പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തിയത് ചർച്ചയിലുണ്ട്. UDFന്റെ പ്രവർത്തന ശൈലിയിൽ തൃപ്തിയില്ല എങ്കിൽ ആർക്കും മുന്നണി വിട്ടുപോകാമെന്നും ആരെയും നിർബന്ധിച്ച് പിടിച്ചു നിർത്തിയിട്ടില്ല എന്നുമാണ് സതീശന്റെ കടുത്ത നിലപാട്. UDFിൽ നിലവിൽ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ലെന്നും മുന്നണി സംവിധാനം പരാജയമാണെന്നുമുള്ള വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ പ്രസ്താവനയാണ് സതീശനെ ചൊടിപ്പിച്ചത്. താല്പര്യമില്ലാത്തവർക്ക് സലാം പറഞ്ഞു പോകാമെന്ന പച്ചയായ മറുപടിയിലൂടെ ഘടകകക്ഷികളുടെ സമ്മർദ്ദ തന്ത്രങ്ങൾ അതിന് താൻ വഴങ്ങില്ലെന്ന് സതീശൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി ശുദ്ധീകരിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഈ പൊട്ടിത്തെറിക്ക് പിന്നിൽ കൃത്യമായ ചില രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ ഉണ്ട് എന്നാണ് സൂചന. NDA വിട്ട് BDJSനെ UDFിലേക്ക് എത്തിക്കാൻ കോൺഗ്രസ് നേതൃത്വം ചർച്ചകൾ സജീവമാക്കിയിട്ടുണ്ട്. തുഷാർ വെള്ളാപ്പള്ളി എത്തുന്നതോടെ തെക്കൻ കേരളത്തിലെ നടാർ വോട്ടുകൾ ഉൾപ്പെടെയുള്ള പിന്നോക്ക വോട്ട് ബാങ്കുകളിൽ വിള്ളൽ ഉണ്ടാകാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ. എന്തായാലും UDF സർവ്വസന്നാഹങ്ങളുമായി ഇറങ്ങുകയാണ്. VD സതീശൻ അഭിമുഖങ്ങളിലൊക്കെ പറയുന്നത് പോലെ ടീം UDF ആണ് എല്ലാ കാര്യങ്ങളും. ഏതെങ്കിലും തരത്തിൽ വിജയമുണ്ടായാൽ അതിന്റെ പൂർണ്ണമായും അതിന്റെ എല്ലാ തരത്തിലുള്ള ക്രെഡിറ്റും ടീം UDFിനും, എന്നാൽ പരാജയമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം താൻ ഏൽക്കുമെന്നും അദ്ദേഹം പറയാറുണ്ട്. എന്തായാലും സജീവമായി നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് UDF കരസ്ഥമാക്കിയത്. UDFിന്റെ ആ വിജയത്തിന്റെ ഒരു ചൂട് നിലനിൽക്കുമ്പോൾ തന്നെ തൊട്ടടുത്തുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി ആളുകളെ ആകർഷിക്കാനും പ്രവർത്തകരെ സജീവമായി നിലനിർത്താനും ഒക്കെ വേണ്ടിയിട്ടുള്ള സജീവ പ്രവർത്തനങ്ങളാണ് KPCCയും VD സതീശൻ.